ഹായ് ഗൈസ്, ഇന്നൊരു ചൊവ്വാഴ്ച എനിക്ക് അവധിയായിരുന്നു. അപ്പോൾ ഈ പറമ്പൊക്കെ കുറച്ചൊന്ന് വൃത്തിയാക്കി വരുന്ന സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, ഇവിടെ ഏപ്രിൽ ഷവർ മെയ് ഫ്ലവർ. പക്ഷെ അതൊന്നും വകവെക്കാതെ ഞങ്ങളുടെ റോസ കണ്ടോ, നിറയെ പൂക്കളായിട്ട് നിൽക്കുന്ന കണ്ടോ. കഴിഞ്ഞ വർഷം ഇത്രയ്ക്ക് നല്ല ഫ്ലവർ ഇല്ലായിരുന്നു, എന്തോ ഒരു അസുഖം പോലെയായിരുന്നു. പക്ഷേ ഈ വർഷം അതിൻ്റെ അങ്ങടെ കുറവ് പരിഹരിച്ച് നന്നായിട്ട് നിറയെ പൂക്കൾ കണ്ടോ. വളരെ മനോഹരമായ, എനിക്കിഷ്ടമുള്ളതാണ് റെഡ് റോസസ്, ഇഷ്ടം പോലെ പൂക്കൾ. പക്ഷേ ഇതല്ല പ്രധാനം, അതിനേക്കാളും വലിയൊരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് രാവിലെ ഞാൻ നോക്കുമ്പോൾ ഒരു മനോഹരമായ ചുമന്ന കിളി ഇവിടെ നിന്ന് അങ്ങ് പറന്നു പോകുന്ന കണ്ട്. അപ്പം ഞാൻ ഓർത്ത് എന്താണ് ഇവിടെ നിന്ന് പറന്നു പോകുന്നത്. അപ്പോൾ ഇവിടെ വന്ന് ഇവിടെ വൃത്തിയാക്കി വരുമ്പം ഞാനിവിടെ ഒരു സർപ്രൈസ് കണ്ടു. നിങ്ങൾ വരൂ എന്നോടൊപ്പം, നോക്കൂ, കണ്ടോ കിളി. 3 മുട്ടയാന്ന് തോന്നുന്നു. 4 മുട്ട, നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. 4 മുട്ട കണ്ടോ. എനിക്ക് വളരെ സന്തോഷം തോന്നി. കാരണം നമ്മളിങ്ങനെ പ്രകൃതിയെ സ്നേഹിക്കുമ്പം പ്രകൃതിയും നമ്മളെ സ്നേഹിക്കും എന്ന് പറഞ്ഞ പോലെ എനിക്ക് ഈ കിളിക്കൊരു കൂടുണ്ടാക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുത്തതിൽ വളരെ സന്തോഷം തോന്നി. എനിവേ, ഇനിയും മറ്റൊരു കൂടും കൂടെ ഉണ്ട്, ഞാൻ കാണിക്കാം. നിങ്ങൾ എന്നോടൊപ്പം വാ. പിന്നെ മറ്റൊന്ന്, ഇത് നമ്മുടെ ചെറിയാണ്. ചെറി നിറയെ തേണ്ട വൈറ്റ്, വേറൊരു തരം ചെറി, വൈറ്റ് ഫ്ലവർ ഉണ്ടായി നിൽക്കുവാണ്. അതിൻ്റെ പുറകിലും ഒക്കെ ചെടികളുണ്ട്, അതിലൊക്കെ പൂക്കളുണ്ട്. അപ്പം അതെങ്ങനെയൊക്കെ വരുമ്പോഴത്തേ നോക്ക്, ഇവിടെ മറ്റൊരു കിളിക്കൂട്. അതിൻ്റെ ഞാനിപ്പോൾ അനക്കുന്നില്ല, അതിനകത്ത് മുട്ട എത്രയുണ്ടെന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല. കണ്ടോ, ഇവിടെ മറ്റൊരു കിളിക്കൂട്. അപ്പം ഈ പ്രാവശ്യം ഞങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ 2 കിളിക്കൂടുണ്ട്. നമുക്ക് നോക്കാം ഏത് കളറിലെ കിളികളാണ് വരുന്നതെന്ന്. അത് കഴിഞ്ഞ് ഇങ്ങ് വന്നപ്പം നിങ്ങൾക്കറിയാമല്ലോ, ഇവിടെയായിരുന്നു ഞങ്ങൾ വാഴയും ചെടികളും ഒക്കെ വെച്ചിരുന്നത്. അപ്പം ഇപ്പം ഞങ്ങൾ വെതർ നന്നായപ്പോൾ എല്ലാം വെളിയിലോട്ട് കൊണ്ടുപോകുവാണ്. അങ്ങനെ കൊണ്ടുപോകുന്ന വഴിക്ക് നോക്കുമ്പോൾ തേണ്ടേ, ഞങ്ങളുടെ വീടിൻ്റെ അകത്തും തേണ്ട ഒരു കിളിക്കൂട്. ഇവിടെ എല്ലാ വർഷവും ഞങ്ങൾ വീട് വാങ്ങിച്ചപ്പോൾ മുതൽ എല്ലാ വർഷവും ഇവിടെ ഒരു കിളിക്കൂട് ഉള്ളതാണ്. അവർ ഞങ്ങൾ വന്ന് താമസിച്ച കാര്യം അറിഞ്ഞില്ലെന്ന് തോന്നുന്നു. ഇത് ചെറിയൊരു കുരുവി പോലത്തെ കിളികൾ, അതിനെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം നോക്കട്ടെ, ഇനി മറ്റെവിടെയെങ്കിലും കിളിക്കൂടുണ്ടെങ്കിൽ കാണിച്ചു തരാമേ. അപ്പം ഞാൻ ഓർത്ത് നിങ്ങളെ കാണിക്കാം. ഇവിടെ ഇപ്പം തണുപ്പ് കഴിഞ്ഞെന്ന് പറയാൻ പറ്റത്തില്ല. രാവിലെ ഭയങ്കര തണുപ്പാണ്, വൈകിട്ടും തണുപ്പാണ്. പക്ഷെ ഉച്ചയ്ക്ക് നല്ല വെയിലുണ്ട്. നോക്കിയേ, എന്ത് നല്ല മനോഹരമായ പൂക്കളാണെന്ന് ചോദിച്ചു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണിത്. നോക്കിയേ, ഇവിടുത്തെ ടെക്സസിലെ ഒരു ബ്ലൂ ബോണറ്റിൻ്റെ ടൈപ്പിലുള്ള, പക്ഷേ ഇതൊരു സാലഡ് ലീവ്സാണ്. ഇത് നമുക്ക് വേണമെങ്കിൽ സാലഡായിട്ട് കഴിക്കാം. ഇത് കണ്ടോ, നമ്മുടെ വെളുത്തുള്ളിയൊക്കെ നിൽക്കുന്ന കണ്ടോ. നല്ല മഴ പെയ്തപ്പം തേണ്ട ഒരു അവക്കാട എൻ്റെ പെടന്ന് വീണ് കിടക്കുന്നു. നല്ല വെയിൽ കിട്ടിയപ്പം നമ്മുടെ ഉള്ളിയും ഇതെല്ലാം ഇങ്ങനെ തണുപ്പത്ത് വാടി നിൽക്കുമായിരുന്നു. ഇതൊക്കെ ക്യാപ്സിക്കൊക്കെ വെച്ചിരിക്കുവാണ്. ഉണ്ടോ, നെല്ല് നിൽക്കുന്ന പോലെ ഇല്ലേ, നെൽച്ചെടി പോലെ കണ്ടോ. ഇതെല്ലാം നമ്മുടെ എഴുന്നേറ്റ് നിന്ന് നമ്മുടെ ടൊമാറ്റോയും നമ്മുടെ ബ്രോക്കളിയാണ്. ഞാനിതിൻ്റെ ഇലയൊക്കെ ചെത്തി തോരൻ വെച്ചു. അപ്പോൾ ഇലയില്ലാതെ നിൽക്കുവാണ് ഇങ്ങനെ. ഇത് നമ്മളിട്ട ഉലുവയൊന്നും കിളുത്തില്ല. അപ്പം ഞാൻ എന്തോ ചെയ്ത് ഒന്ന് ഭാഗ്യം പരീക്ഷിക്കാൻ കുറച്ച് മണ്ണിളക്കി ഉലുവ ഇട്ടിരിക്കുക, നോക്കട്ടെ കിളുക്കുമോന്ന്. ഇന്ന് എന്താ ചെയ്തതെന്ന് വെച്ചാൽ, നമ്മൾ വെളിയിൽ നിന്നെല്ലാം എടുത്ത് വെളിയിൽ വെച്ചപ്പം, ഈ ചട്ടികളെല്ലാം വെളിയിൽ വെച്ചപ്പം ഇന്ന് നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ മണ്ണൊക്കെ ഒന്ന് ഇളക്കി കൊടുത്ത് എല്ലാത്തിനും. വളമൊന്നും ഇട്ടില്ല, എല്ലാത്തിനും ജസ്റ്റ് മണ്ണൊന്ന് ഇളക്കി കൊടുത്ത്. ഇതെല്ലാം നമ്മുടെ അകത്ത് നിന്ന മുളകുകളൊക്കെയാണ്. ഇതെല്ലാം നമ്മളെടുത്തിപ്പം വെളിയിലോട്ട് വെച്ച്. എല്ലാം ശരിക്കൊന്നും വൃത്തിയൊന്നും ആയില്ല, എല്ലാ പണികളൊക്കെ നടക്കുന്നതേ ഉള്ളൂ. ഞാൻ ഈ കിളിക്കൂട് കണ്ടപ്പം പിന്നെ കണ്ടോ, ഞാൻ പറഞ്ഞു നമ്മുടെ ജമന്തിയൊക്കെ തേണ്ട കിളുത്ത് വരുന്നു. ഇതെല്ലാം ഉണങ്ങി നിൽക്കുമല്ലോ, 1 വർഷം വെച്ചാൽ മതി. നമ്മുടെ ഇതൊക്കെ സാലഡ് ലീവ്സാണ്.